മലങ്കര സഭാ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു കാലഘട്ടത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന് മലങ്കര സഭയെ നയിച്ച പുണ്യപിതാവാണ് കോട്ടയം ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന ഭാഗ്യവാനായ പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത. മലങ്കരയിലെ മൂന്നാമത്തെ ദിവന്നാസ്യോസ് മൂന്നാമൻ എന്നറിയപ്പെടുന്ന ആ പിതാവ് 1825 മെയ് മാസം 19 കാലം ചെയ്യുന്നത്. 1817 നവംബർ 26 അദ്ദേഹത്തെ തോഴിയൂരിൻ്റെ മാർ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത മലങ്കര മെത്രാപ്പൊലീത്തായി അഭിഷേകം ചെയ്തു. 1817 മുതൽ 1825 വരെയുള്ളതായ കാലഘട്ടത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന് മലങ്കര സഭയെ ഭാഗ്യമോടെ നയിക്കുവാൻ മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് പുന്നത്ര മാർ ദിവന്നാസ്യോസിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായതായ ചില സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം മൂലം മലങ്കര സഭയ്ക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുന്നത്ര മാർ ദിവന്നാസ്യോസിൻ്റെ ഭരണകാലം, ആ ഒരു കാലഘട്ടം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നകലുഷിതമായൊരു കാലഘട്ടമായിരുന്നു. മലങ്കര മെത്രാപ്പൊലീത്തന്മാരായി മാർത്തോമ ഒന്നാമൻ്റെ കാലം മുതൽ മാർത്തോമ 9 വരെയുള്ള മെത്രാപ്പൊലീത്തന്മാർ പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ള മെത്രാൻ വാഴ്ച അവസാനിച്ച് പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് ഒന്നാമൻ, അതായത് ദിവന്നാസ്യോസ് രണ്ടാമൻ എന്ന് പറയുന്നതായ മലങ്കരയിലെ മെത്രാപ്പൊലീത്ത, പുലിക്കോട്ടിലെ ഒന്നാമത്തെ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത, പഴയ സെമിനാരി സ്ഥാപകൻ, അദ്ദേഹം തോഴിയൂര് പീലക്സിനോസിൽ നിന്ന് പട്ടമേൽക്കുന്നു. അതോടുകൂടി അന്ന് ഭരണത്തിലുണ്ടായിരുന്ന മാർത്തോമ 9 ഭരണത്തിൽ നിന്ന് മാറേണ്ടതായി വന്നു. ആ കാലഘട്ടത്തിൽ പകലോമറ്റം കുടുംബവാഴ്ച അവസാനിക്കുകയാണ്. അങ്ങനെ പകലോമറ്റം കുടുംബവാഴ്ച അവസാനിച്ച് പൗരോഹിത്യ കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ മലങ്കരയിൽ മെത്രാപ്പൊലീത്തയായി പുലിക്കോട്ടിൽ ദിവന്നാസ്യോസ് മൂലം. ആ താവഴി സംരക്ഷിച്ചുകൊണ്ട് വീണ്ടും പകലോമറ്റം കുടുംബത്തിലെ മഹാപുരോഹിതന്മാരുണ്ടാകാതെ അതിന് പുറത്തുള്ള മഹാപുരോഹിതന്മാരുണ്ടാകത്തക്കവണ്ണം രണ്ടാമത്തെ ആളായി വന്നയാളാണ് പുന്നത്ര മാർ ദിവന്നാസ്യോസ്. അദ്ദേഹത്തെ തോഴിയൂര് പീലക്സീനോസാണ് വാഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു. പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയെയും വാഴിച്ചത് തോഴിയൂരെ മാർ പീലക്സീനോസ് മെത്രാപ്പൊലീത്തയാണ്. പുന്നത്ര മാർ ദിവന്നാസ്യോസിനെയും വാഴിക്കുന്നത് തോഴിയൂർ മാർ പീലക്സീനോസ് മെത്രാപ്പൊലീത്തയാണ്. പുന്നത്ര ദിവന്നാസ്യോസ് കാലം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ചേപ്പാട്ട് മാർ ദിവന്നാസ്യോസിനെ വാഴിക്കുന്നതും ഇതേ മാർ പീലക്സീനോസാണ്, തോഴിയൂരെ പീലക്സീനോസ് രണ്ടാമൻ മെത്രാപ്പൊലീത്ത. അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്ന് ഇവിടെ വന്നിരുന്ന സഭാപിതാക്കന്മാരിൽ നിന്നോ ഒന്നും സ്ഥാനമേൽക്കാതെ മലങ്കരയിൽ ഉണ്ടായിരുന്ന തോഴിയൂർ പീലക്സീനോസിൽ നിന്ന് സ്ഥാനമേൽക്കുവാൻ ഈ 3 പിതാക്കന്മാർക്കും സാധിച്ചു. പുലിക്കോട്ടിൽ ദിവന്നാസ്യോസിനും പുന്നത്ര ദിവന്നാസ്യോസിനും ചേപ്പാട്ട് ദിവന്നാസ്യോസിനും മലങ്കര സഭയിൽ തന്നെ പട്ടമേറ്റ സ്ഥാനമേറ്റ മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റ മെത്രാന്മാരായിരുന്നു ഇവരൊക്കെ. അവർ സ്ഥാനമേൽക്കുന്നതായ സന്ദർഭത്തിൽ രാജകീയ വിളംബരമുണ്ടാവുന്നുണ്ട്. പുലിക്കോട്ടിൽ തിരുമേനിക്കും പുന്നത്ര മാർ ദിവന്നാസ്യോസിനും ചേപ്പാട്ട് മാർ ദിവന്നാസ്യോസിനും രാജകീയ വിളംബരം ലഭിക്കുന്നുണ്ട്. പുന്നത്ര മാർ ദിവന്നാസ്യോസിന് ലഭിച്ച രാജകീയ വിളംബരത്തിൽ പറയുന്നത് മാർ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത, അതായത് തോഴിയൂരെ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത രോഗബാധിതനായി ഭവിച്ചിരിക്കുന്നതിനാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത വാഴിച്ചിരിക്കപ്പെടുകയാലും നമ്മുടെ രാജ്യത്തെ പുത്തൻകൂർ സുറിയാനിക്കാർ എല്ലാവരും പുന്നത്ര മാർ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തയെ അനുസരിക്കേണ്ടതാണെന്ന് അവരെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാവിൻ്റെ രാജകീയ വിളംബരം പുറപ്പെടുവിക്കുന്നത്.
രാജകീയ വിളംബരം പ്രാപിച്ച് അധികാരത്തിൽ വരുവാനായിട്ടും മലങ്കര മെത്രാപ്പൊലീത്തയായി ഭരിക്കുവാനും പുന്നത്ര മാർ ദിവന്നാസ്യോസിന് സാധിച്ചു. രണ്ടാമത് ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് മിഷണറിമാരിൽ പ്രധാനികളായ ജോസഫ് ഫെൻ, ഹെൻറി ബേക്കർ, ബെഞ്ചമിൻ ബെയ്ലി, ഈ 3 മിഷണറിമാർ മിഷണറി സമൂഹത്തിലെ ആംഗ്ലിക്കൻ മിഷണറിമാരായി, CMS മിഷണറിമാരായി ഇവിടെ വന്നിട്ടുള്ള മിഷണറിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഈ ഫെന്നും ബേക്കറും ബെയ്ലിയും. ഈ 3 പേരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് സാധിച്ചു. അതുമൂലമുണ്ടായ നേട്ടങ്ങൾ മലങ്കര സഭയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ സ്കൂളുകളുടെ ചുമതല, വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനായിട്ട് മുൻകൈയെടുത്തു. ജോസഫ് ഫെൻ എന്ന് പറയുന്ന മിഷണറി വലിയ വേദശാസ്ത്രജ്ഞനായിരുന്നു, വേദപുസ്തക പണ്ഡിതനായിരുന്നു. അദ്ദേഹം പഴയ സെമിനാരിയിൽ താമസിച്ച് പുന്നത്ര മാർ ദിവന്നാസ്യോസിനോടൊപ്പം മലങ്കര സഭാ ഭരണത്തിൽ പങ്കാളിയാവുകയും അതോടൊപ്പം തന്നെ സെമിനാരി വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുകയും ചെയ്തു. 100-100ഓളം വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കി സെമിനാരിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് നേതൃത്വം നൽകുവാൻ ജോസഫ് ഫെന്നിന് സാധിച്ചു. അതേപോലെ തന്നെ ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിലും ആംഗ്ലിക്കൻ മിഷണറിമാരുമായി ചേർന്ന് ആരാധനകൾ നടത്തുന്നതിനുമൊക്കെ ജോസഫ് ഫെൻ മുൻകൈയെടുക്കുന്നു. അതിന് മെത്രാപ്പൊലീത്ത അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. ഹെൻറി ബേക്കർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്നതായ എല്ലാ നേതൃത്വവും നൽകി മെത്രാപ്പൊലീത്തയുടെ പിന്തുണ അക്കാലത്തുണ്ടായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലി നമുക്കറിയാവുന്നതുപോലെ വേദപുസ്തകത്തിൻ്റെ പരിഭാഷ നിർവഹിക്കുന്നയാളായിരുന്നു. CMS പ്രസ് തുടങ്ങുകയും കോട്ടയത്ത് തന്നെ താമസിച്ചുകൊണ്ട് അദ്ദേഹം വേദപുസ്തകത്തിൻ്റെ പരിഭാഷകൾ നിർവഹിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകം, വൈദിക ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ഭാഷാന്തരം ചെയ്യുന്നതിന് ഈ ബെഞ്ചമിൻ ബെയ്ലിയുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. കുറേ കാലത്തേക്ക് അദ്ദേഹം ഇവിടെ വരുന്ന അവസരത്തിൽ ഇവിടെ കേണൽ മൺറോ ആയിരുന്നു ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോ ഒരു സമയത്ത് തിരുവിതാംകൂർ ദിവാനുമായിരുന്നു. അങ്ങനെ ദിവാനായിരുന്ന അവസരത്തിൽ മെത്രാപ്പൊലീത്ത ഈ കേണൽ മൺറോയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പുന്നത്ര മാർ ദിവന്നാസ്യോസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന് ഈ കേണൽ മൺറോയുമായിട്ടുള്ള സഹകരണങ്ങൾ കൊണ്ട് തിരുവിതാംകൂർ രാജാവിലും സ്വാധീനം ചെലുത്തുവാൻ, ഭരണാധികാരികളിൽ, സർക്കാരിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് മെത്രാപ്പൊലീത്തായ്ക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി വിദ്യാഭ്യാസമുണ്ടായിരുന്ന യോഗ്യരായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് സർക്കാരിൽ ഉന്നതമായ ഉദ്യോഗങ്ങൾ ലഭിക്കുകയുണ്ടായി. മജിസ്ട്രേറ്റായിട്ടും ജഡ്ജിമാരായിട്ടും തഹസീൽദാർമാരായിട്ടും സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം ആളുകളെ നിയമിക്കുവാനായിട്ട് കേണൽ മൺറോയോട് ചേർന്ന് മെത്രാപ്പൊലീത്തായ്ക്ക് സാധിക്കുന്നു. മെത്രാപ്പൊലീത്തായുടെ അധികാരം അപ്പോൾ വലിയ ബഹുമാനമുള്ള അധികാരമായിട്ട് മാറുകയാണ്. ആ അവസരത്തിൽ തിരുവിതാംകൂറിൻ്റെ ഭരണം നിർവഹിച്ചുകൊണ്ടിരുന്നത്, ഭരണകാര്യങ്ങളിൽ, സർക്കാരിൻ്റെ കാര്യങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് തമിഴ് ബ്രാഹ്മണരായിരുന്നു. ആ ബ്രാഹ്മണർ, പാലക്കാട്ട് നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ബ്രാഹ്മണർ തിരുവിതാംകൂറിൻ്റെ ഭരണം നിർവഹിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവരായിരുന്നു മിക്കവാറും പ്രധാനപ്പെട്ട ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം. ആ ഒരവസ്ഥയിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇത് മെത്രാപ്പൊലീത്തായിട്ടുള്ള ബഹുമാനം പൊതുസമൂഹത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരുവിതാംകൂർ മഹാറാണി മെത്രാപ്പൊലീത്തായിട്ടുള്ള ബഹുമാനത്തിൻ്റെ ഫലമായിട്ട് ഈ കുറേയധികം സ്ഥലങ്ങൾ സുറിയാനി സെമിനാരിയുടെ നടത്തിപ്പിനായിട്ട് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് 21,000 രൂപ നൽകി സഹായമായിട്ട്. അനന്തരം പ്രതിവർഷം അനേകായിരം രൂപ ആദായം കിട്ടത്തക്ക വിധത്തിലുള്ള മൺറോ തുരുത്ത് എന്ന തോട്ടവും കൂടി അദ്ദേഹത്തിന് ദാനം ചെയ്തു. അതുപോലെ തന്നെ മഹാറാണി ആ സഹായനിധിയെ പരിപോഷിച്ചു. സെമിനാരിയിൽ സുറിയാനിയും മലയാളവും കൂടാതെ ഉപഭാഷകളായി ഇംഗ്ലീഷ്, സംസ്കൃതം, ലത്തീൻ, എബ്രായ എന്നീ ഭാഷകൾ കൂടി അഭ്യസിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 1817-18 കാലഘട്ടങ്ങളിലാണ് പഴയ സെമിനാരിയിൽ സുറിയാനിയും എബ്രായ ഭാഷയും ലത്തീൻ ഭാഷയും ഒക്കെ പഠിപ്പിക്കത്തക്കവണ്ണം, സംസ്കൃതവും ഇംഗ്ലീഷും പഠിപ്പിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ മെത്രാപ്പൊലീത്തായുടെ കാലത്താണ്. അതുമാത്രമല്ല,
മലങ്കര സഭയെ സംബന്ധിച്ച് കേണൽ മൺറോ ഇടപെട്ടിട്ട് സാധിച്ചതായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ മെത്രാപ്പൊലീത്തായുടെ പ്രധാനപ്പെട്ട സഭകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ജോസഫ് ഫെന്നും കേണൽ മൺറോയും മെത്രാപ്പൊലീത്തായുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ മലങ്കര സഭയ്ക്കുണ്ടായ ഒരു നേട്ടമെന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ കോട്ടയം വലിയ പള്ളിയും നമ്മുടെ ഈ ചെറിയ പള്ളിയുടെ അടുത്തുള്ള പള്ളിയാണ് വലിയ പള്ളി എന്ന് പറയുന്നത്, കോട്ടയം വലിയ പള്ളിയും പിറവം പള്ളിയും അതുവരെ റോമാ സഭയുടെയും യാക്കോബായ സഭയുടെയും കൈവശത്തിലായിരുന്നു. ഇപ്പോൾ കക്ഷി വഴക്ക് നിൽക്കുന്നത് പോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും 18-ാം നൂറ്റാണ്ടിലുമൊക്കെ ഈ പള്ളികളുടെ ഭരണം, കോട്ടയം വലിയ പള്ളിയും പിറവം പള്ളിയും, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ പിറവം പള്ളി, ക്നാനായ സഭയുടെ കൈവശത്തിലുള്ളതായ കോട്ടയം വലിയ പള്ളി, ഇത് റോമൻ കത്തോലിക്കരുമായിട്ട് കൂട്ടുത്തരവാദിത്തത്തിലായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയും ചങ്ങനാശ്ശേരിയുമുള്ള പള്ളികൾ നിരണം പള്ളിയുടെ കുരിശു പള്ളികളായിരുന്നു. ആ കാരണങ്ങളാൽ ഈ 4 പള്ളികളും കൈവശപ്പെടുത്തി സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മലങ്കര സഭയ്ക്ക് ലഭിക്കണമെന്ന് കേണൽ മൺറോ ആഗ്രഹിക്കുകയും മിസ്റ്റർ ഫെന്നിനെ അതിനായി അധികാരപ്പെടുത്തുകയും അത് സംബന്ധിച്ച രാജകീയ വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പിറവം പള്ളിയും കോട്ടയം വലിയ പള്ളിയും സുറിയാനി സമുദായത്തിന് ലഭിക്കുന്നു. ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലും പള്ളികൾ അത് കൈവശത്തിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചപ്പോൾ റോമൻ കത്തോലിക്കരുടെ വലിയ പ്രക്ഷോഭമുണ്ടാകുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിരുന്ന ആളുകൾ റോമാപക്ഷത്ത് നിന്നുകൊണ്ട് അതിനെതിരായി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. മരണമൊന്നുമല്ലാതെ തങ്ങൾ പള്ളി വിട്ടുപോകുന്നതല്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തപ്പോൾ ജോസഫ് ഫെന്ന് അതിൽ നിന്ന് മാറുകയാണുണ്ടായത്. ഈ കാരണങ്ങളാൽ, ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെ മലങ്കര സഭാ ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനം പുലർത്തിയ ആളാണ് പുന്നത്ര മാർ ദിവന്നാസ്യോസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഈ മിഷണറിമാർ 1818 ആകുമ്പോഴത്തേക്കിന് മിഷണറിമാരുടെ ഇടപെടലുകൾ കുറേ കൂടി മലങ്കര സഭയിൽ വ്യാപിക്കുകയാണ്. സഭയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി 1818 മാവേലിക്കരയിൽ ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുവാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആവശ്യപ്പെടുകയുണ്ടായി. കേണൽ മൺറോയും അതുപോലെ ഉണ്ടായിരുന്നതായ ആളുകളുമൊക്കെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും മെത്രാപ്പൊലീത്ത തനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് അപ്പോഴദ്ദേഹം സ്വീകരിക്കുക. 1818 ഒക്ടോബർ 3-ാം തീയതി മാവേലിക്കര പള്ളിയിൽ സുറിയാനി സമുദായത്തിൻ്റെ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ ബ്രിട്ടീഷ് മിഷണറിമാർ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പരിശുദ്ധ കന്യകമറിയാമിൻ്റെ പേര് എല്ലാ പ്രാർത്ഥനകളിൽ നിന്നും നീക്കണമെന്നും കുർബാന തക്സ പരിഷ്കരിക്കണമെന്നും ഒക്കെയുള്ളതായിരുന്നു ഈ നിർദ്ദേശങ്ങൾ. ഇത് വന്ന അവസരത്തിൽ മെത്രാപ്പൊലീത്ത ശക്തമായ നിലപാടെടുത്തിട്ട് പറയുന്നു, മലങ്കര സഭയുടെ ആരാധനയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല, ഇവർ പറയുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ പുരോഹിതന്മാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പുരോഹിതന്മാർ ചുമതല നിർവഹിക്കുന്നതിനെക്കുറിച്ചും ഇടവക ഭരണം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മാവേലിക്കര സുന്നഹദോസിൽ 1818 മാവേലിക്കരയിൽ കൂടുന്ന സുന്നഹദോസ, 1836 മാവേലിക്കര കൂടിയ സുന്നഹദോസാണ് മാവേലിക്കര പടിയോല എഴുതുന്നത്. അതിനു മുമ്പേ പുന്നത്ര മാർ ദിവന്നാസ്യോസിൻ്റെ കാലത്ത് കൂടിയ സുന്നഹദോസിലാണ് ഈ വക തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ അവസരത്തിൽ മെത്രാപ്പൊലീത്ത അതിന് പൂർണ്ണമായി വഴിപ്പെടുവാൻ തയ്യാറാകുന്നില്ല. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. മലങ്കര സഭയുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ഒരിക്കലും തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അങ്ങനെയുള്ള മാറ്റം വരുത്തുവാൻ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ദിവന്നാസ്യോസ് മെത്രാപ്പൊലീത്ത ധന്യമായ ജീവിതമാണ് നയിച്ചത്. മലങ്കര സഭയുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സഭയുടെ ഭരണകാര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സെമിനാരിയുടെ പരിപോഷണത്തിലൂടെ വൈദികരെ അഭ്യസിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ മലങ്കര സഭാ ചരിത്രത്തിൽ നോക്കുമ്പോൾ 7-8 വർഷം മാത്രമേ അദ്ദേഹം ഭരണത്തിലിരുന്നുള്ളൂ എങ്കിലും ആ ഒരു കാലഘട്ടം വളരെ ഭംഗിയായി സഭയെ നയിക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്തയാണ് പുന്നത്ര മാർ ദിവന്നാസ്യോസ്. 1825 ഇടവം 5-ാം തീയതി അപ്രതീക്ഷിതമായുണ്ടായ വിഷൂചിക രോഗം മൂലം, കോളറ രോഗം ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ പടർന്ന് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു, വ്യാപിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കോളറ ബാധിതനായി 45-46 വയസ്സ് മാത്രമുണ്ടായിരുന്ന മെത്രാപ്പൊലീത്ത കാലം ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ കോട്ടയം ചെറിയ പള്ളിയിൽ ഖബറടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത് പോലെ ഈ ത്രോണോസിൻ്റെ തെക്കുവശത്തുള്ളതായ ഖബറിടത്തിൽ
അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറുടെ സ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്ഥാനത്ത് മെത്രാപ്പൊലീത്തായെ ഖബറടക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ വർഷവും മെയ് 19-ാം തീയതി ഇടവം 5-ാം തീയതി ചെറിയ പള്ളിയിൽ ഭക്ത്യാദര പുരസ്സരം ആചരിക്കുന്നുണ്ട്. ചെറിയ പള്ളിയിൽ സംസ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ധാരാളം അടുത്ത് പരിചയിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പട്ടമേൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു പട്ടക്കാരൻ ഒരു കയ്യെഴുത്ത് ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് EM പീലിപ്പോസ് അദ്ദേഹത്തിൻ്റെ സഭാ ചരിത്രത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് പുന്നത്ര ദിവന്നാസ്യോസിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ദയാലുവും സമുദായ സ്നേഹിയും രാജ്യാഭിമാനിയും തന്ത്രജ്ഞനും ദീനാനുകമ്പയുള്ളവനും പ്രാപഞ്ചിക പ്രതാപങ്ങളിലും സമ്പത്തിൽ ധനത്തിലും ആഗ്രഹമുള്ളവനും ബാഹ്യമായി മിഷണറിമാരുടെ ഒരു മിത്രമായിരുന്നെങ്കിലും ഹൃദയാന്തർഭാഗത്ത് അവരുടെ ഉദ്ദേശത്തെപ്പറ്റി സംശയമുള്ളവനുമായിരുന്നു. 1818 മാവേലിക്കര യോഗത്തിന് പോകുന്നതിന് മുമ്പായി അദ്ദേഹം ചെറിയ പള്ളിയിൽ പ്രവേശിച്ച് ദീർഘമായി പ്രാർത്ഥിക്കുകയും വള്ളത്തിൽ കയറിയ അവസരത്തിൽ, അന്ന് യാത്ര ചെയ്യുന്ന വള്ളത്തിൽ കയറിയ അവസരത്തിൽ സമീപത്തുണ്ടായിരുന്ന വിശ്വസ്തരായ സ്നേഹിതന്മാരോട്, ഞാനിപ്പോൾ ഒരു തിട്ടയിലാണ് നിൽക്കുന്നത്, നാളെ ഞാൻ ഒന്നുകിൽ സായിപ്പന്മാരോട് പിണങ്ങി പിരിയുകയോ അല്ലാത്ത പക്ഷം എൻ്റെ സഭയെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യണം. അവരുടെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം ഭേദപ്പെടുത്തണമെന്നുള്ളതാകുന്നു. എൻ്റെ മാനം നഷ്ടപ്പെട്ടാലും ഞാൻ വഞ്ചകനായിത്തീരുകയില്ല. അപകടം കൂടാതെ ഞാൻ ഈ ഭയങ്കര പരീക്ഷയിൽ കൂടി കടന്നുകൂടുന്നതിന് നിങ്ങളും പ്രാർത്ഥിപ്പീൻ. സായിപ്പന്മാരോട് പിണങ്ങാതെയും സഭയുടെ വിശ്വാസത്തിന് കോട്ടം വരാതെയും തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ ഭാഗ്യസ്മരണാർഹനായ പുന്നത്രമാർ ദിവന്നാസ്യോസിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാഴ്ത്തപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മലങ്കര സഭയ്ക്ക് വിലയേറിയതാണ്. ഭാഗ്യവാനായ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യ സാന്നിധ്യമുള്ള അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ഈ ചെറിയ പള്ളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മലങ്കര സഭയ്ക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.